കറുപ്പ് കള്ളക്കടത്ത് നടത്തിയാണ് ടാറ്റ ഇത്രയും പൈസ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ സാർ? അതിൽ വസ്തുതയുണ്ട്. 1822 ടാറ്റ ഒരു കമ്പനി ഉണ്ടാക്കുന്നത്, ടാറ്റ ആൻഡ് കോ, ടാറ്റ ആൻഡ് കമ്പനി. അതൊരു വ്യാപാര കച്ചവട സ്ഥാപനമാണ്. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുമായി ചേർന്നുകൊണ്ട് ചൈനയിലേക്ക് കറുപ്പ് കടത്തലായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട പണി. കറുപ്പെന്ന് പറയുന്നത് മയക്കുമരുന്നല്ലേ? ഒപ്പിയം. ആ, ഒപ്പിയം മയക്കുമരുന്നാണ്. മയക്കുമരുന്ന് വൻ രീതിയിൽ അവിടെ കൊടുത്തിരുന്നു. ചൈനയിൽ ഈ മയക്കുമരുന്ന് കിട്ടുന്നത് വലിയ ഇഷ്യൂ ആണ്. കാരണം ആളുകൾ മയക്കുമരുന്നിന് അടിപ്പെട്ട് കഴിഞ്ഞിരുന്നതാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഈ വളർച്ചയിൽ. ചൈനയുടെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് വലിയ അത്ഭുതം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ജനതയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നത് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതൊക്കെ 1912 ശേഷം നടന്നേക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. അതുവരെയുള്ള കാലം വളരെ കഷ്ടമായിരുന്നു ചൈനയിൽ. അപ്പോൾ അവിടെ അന്ന് രാജവംശമാണ് ഭരിച്ചിരുന്നത്, ക്വിങ് രാജവംശം. അപ്പോൾ ഈ ക്വിങ് രാജവംശം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറുപ്പ് ഇറക്കുന്നത് നിരോധിച്ചുകൊണ്ടും കറുപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ടും ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇത് ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചു. കാരണം ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ട് ഈ കള്ളക്കടത്തിലൂടെ വൻ ലാഭം കൊയ്തിരുന്നു. ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം ടാറ്റയ്ക്ക് കൊടുത്തിരുന്നു. രണ്ടുപേരും പങ്കുവച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. 1839 എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇവർ നിരോധിച്ചിട്ട് അങ്ങോട്ട് ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ നിരോധനം ലംഘിച്ചുകൊണ്ട് ടാറ്റ കൊടുത്തു വിട്ട 20,000 പാക്കറ്റ് ഓപ്പിയം, കറുപ്പ് അവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. അങ്ങനെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം, ഒന്നാം ഓപ്പിയം വാർ തുടങ്ങുന്നത്. ഒന്നാം ഓപ്പിയം വാർ 1842 വരെ നിന്ന്. സ്വാഭാവികമായിട്ടും അന്ന് ഈ ബ്രിട്ടീഷുകാർക്കുള്ളത്രയും ആയുധശേഷിയും ഉയർന്ന ആയുധങ്ങളും ചൈനക്കുണ്ടായിരുന്നില്ല. ചൈന തോറ്റ്. ചൈനയുടെ 9 തുറമുഖങ്ങൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അക്കാലത്ത് ചൈനയിൽ വലിയ തുറമുഖങ്ങളുണ്ടായിരുന്നു എന്നും കൂടി മനസ്സിലാക്കണം. ആ 9 തുറമുഖങ്ങൾ മയക്കുമരുന്ന്, അതായത് ഈ കറുപ്പ് കടത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള തീരുമാനമാവുകയും ബ്രിട്ടീഷുകാരങ്ങനെ സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇത് കിട്ടിയതോടുകൂടി കറുപ്പിൻ്റെ ഒഴുക്ക് കൂടി, കാശിൻ്റെ കുമിഞ്ഞു കൂടാനും തുടങ്ങി. അങ്ങനെ ടാറ്റ കൂടുതൽ കരുത്ത് ആർജിച്ചുകൊണ്ട് ഇരുന്നു. ഇതിനിടയിൽ 1856 രണ്ടാം ഓപ്പിയം യുദ്ധം നടന്നു. ആ ഓപ്പിയം യുദ്ധം നടത്താൻ ആ യുദ്ധം ചൈനക്കെതിരെ ചെയ്ത് ബ്രിട്ടനും ഫ്രാൻസും ചേർന്നിട്ടാണ്. ഈ 42 കരാറിനെ വക്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലേക്ക് കറുപ്പ് കടത്തുന്നതിന് അവർ വീണ്ടും തടഞ്ഞു. കാരണം അവർക്ക് താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലായി. അതിൻ്റെ പേരിലാണ് ഈ രണ്ടാം ഓപ്പിയം യുദ്ധം നടക്കുന്നത്, ഓപ്പിയം വാർ. അതോടൊപ്പം അവിടെ ക്രൈസ്തവ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മിഷണറി കൊല്ലപ്പെടുകയും ചെയ്തു. അയാൾ ഫ്രഞ്ചുകാരനായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാരനായ ഈ മിഷണറി കൊല്ലപ്പെട്ടപ്പോൾ ഫ്രാൻസും യുദ്ധത്തിൽ പങ്കാളിയായി. അതിൻ്റെ ഫലമായിട്ട് 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ചൈനയിലുള്ള 5 തുറമുഖങ്ങൾ കൂടി തുറന്നു കൊടുത്തു. യഥേഷ്ടം ഒരു വിലക്കുമില്ലാതെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്താനുള്ള അവകാശം അവർക്ക് കിട്ടുകയും ചെയ്തു. വളരെ സന്തുഷ്ടരായി. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആ പോക്ക് പോയി. രാജവംശം 1911 രാജവംശം നശിച്ചു. 12 ഒരു റിപ്പബ്ലിക്കായിട്ട് ചൈന വന്ന്. പിന്നെ അതിനുശേഷമുള്ള ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ്. മാവോ സേതുങ് നടത്തിയ സാംസ്കാരിക വിപ്ലവം. സത്യത്തിൽ മാവോ സേതുങ് നടത്തേണ്ട ഒരു സംഭാവന എന്താണെന്ന് വെച്ചാൽ, ഈ
മയക്കുമരുന്ന് കഴിച്ച് മതിമയക്കം സംഭവിച്ചിരുന്ന ഒരു ജനതയെ ആത്മാഭിമാനമുള്ളവരും വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് ഉപയുക്തമാക്കാൻ വേണ്ടി മാവോയ്ക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ഫാക്റ്റ് അവശേഷിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ആണെങ്കിൽ. അതിന് മുമ്പ് സന്യാൽ സെന്നിൻ്റെയൊക്കെ നല്ല ജനാധിപത്യ സർക്കാരും ഉണ്ടായിരുന്നു. ജനാധിപത്യ സർക്കാരുണ്ടായിരുന്നു. അല്ല, ഈ റെഡ് സ്റ്റാർ ഓവർ ചൈന, എഡ്ഗാർ സ്നോ എന്ന് പറയുന്ന എഴുത്തുകാരുടെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് റെഡ് സ്റ്റാർ ഓവർ ചൈന എന്നും ചൈനാസ് ലോങ് റവല്യൂഷൻ എന്നും പറഞ്ഞ്. ഇത് 2 ഞാൻ പത്രപ്രവർത്തനം നടത്തുന്ന കാലത്ത് എന്ന് വെച്ചാൽ 1980 വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഓർമ്മയില്ല. അന്നത് വലിയ ആവേശത്തോടു കൂടി വായിച്ചാണ്. ഈ എഡ്ഗാർ സ്നോ അവിടെ പോയി അത് പഠിച്ച് ഇതിൻ്റെ കൂടെ നടന്നിട്ടൊക്കെ എഴുതിയതാണ്. പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് കാണാവുന്നൊരു കാര്യം, ഈ ചൈനയുടെ ആത്മാഭിമാനം, അതാണ് ഈ മറ്റ് ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചൈനയുടെ ആത്മാഭിമാനത്തിൽ വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവർ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അവർ തെറ്റിപ്പിരിയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഈ റഷ്യ അവരുടെ പിതൃഭൂമിയാണ്, മാതൃഭൂമിയല്ല. ആ പിതൃഭൂമിയിൽ അവർക്ക് വലിയ ആവേശം ഉണ്ടായിരുന്നു, ആത്മാഭിമാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനക്ക് അവരുടെ പിതൃഭൂമിയിലും വലിയ ആവേശം ഉണ്ടായിരുന്നു. അതുകൂടിയാണ് ഇവർ തമ്മിൽ തെറ്റാനുള്ള കാരണങ്ങളിലൊന്ന്. പല കാരണങ്ങളുണ്ട് ചൈനയും റഷ്യയും. ബാക്കി പിന്നെ പറയണ ഇപ്പോൾ വിപ്ലവം വേണം, അപ്പോൾ വിപ്ലവം വേണം, എത്ര ഇഞ്ച് ഉള്ള കത്തി ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ വിശേഷിച്ച് പണിയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഒരു ആഴത്തിലുള്ളൊരു പ്രശ്നവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചൈന പിന്നീടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കാലത്താണ് ഈ കറുപ്പ് വ്യാപാര കാലം. ആ കറുപ്പ് വ്യാപാര കാലത്താണ് വലിയ രീതിയിലുള്ള പണം ഇവർ കൈക്കലാക്കിയത്. ഈ കച്ചവടം തുടങ്ങി വെക്കുന്ന ടാറ്റയുടെ പേര് നുസർ വാഞ്ചി ടാറ്റ എന്നാണ്. നുസർ വാഞ്ചി ടാറ്റ. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അങ്ങനെയാണ്, NUSSER ആണ്, നുസർ വാഞ്ചി ടാറ്റ. അപ്പം നമ്മുടെ JRD ടാറ്റ ഉണ്ടല്ലോ, JRD ടാറ്റ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരനല്ല, അതറിയാമോ? അദ്ദേഹം ജനിച്ചതും വളർന്നതും ഫ്രാൻസിലാണ്. അദ്ദേഹം ഫ്രഞ്ച് പൗരനാണ്. അദ്ദേഹം ഫ്രാൻസിൻ്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഫ്രഞ്ച് പൗരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ജംഷഡ്പൂർ പണിതിരിക്കുന്നത്. കാരണം ഈ 2ാം OPM വാറിൻ്റെ പീരീഡിലാണ് ഇവർക്ക് ഫ്രാൻസുമായിട്ട് അടുത്ത ബന്ധം വരുന്നത്. ആ ബന്ധം ഉപയോഗിച്ചിട്ട് ഇവർ ഫ്രാൻസിൽ പോയി താമസിച്ചു, ടാറ്റ കുടുംബം. അങ്ങനെയാണ് ഈ JRD ടാറ്റ അവിടെ ജനിക്കുന്നത്. JRD ടാറ്റയുടെ അച്ഛൻ രത്തൻ ടാറ്റ. ഇങ്ങനെയാണ് അതിൻ്റെ സംഗതികൾ വരുന്നത്. അപ്പോൾ ഈ ഒരു പാരമ്പര്യം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവരെന്നിട്ട് ചൈനയിൽ ചെയ്തൊരു കാര്യമുണ്ട്. ചൈനയുടെ ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരം തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, കൂടുതൽ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പണം എന്ന് പറയുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കൊള്ളയടിച്ചുണ്ടാക്കിയതാണ്. ആ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ അതാത് രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിയം അടച്ചു പൂട്ടേണ്ടി വരും. പിന്നെ അവിടെ കാണാനായിട്ടൊന്നുമില്ല. കാരണം അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവർ മറ്റുള്ള സ്ഥലത്തു നിന്ന് മോഷ്ടിച്ചും കൊള്ളയടിച്ചും കൊണ്ടുവന്ന് വെച്ചിട്ട്, എന്നാൽ ഈ കൊള്ളപ്പണം പ്രദർശിപ്പിച്ച് ഖ്യാതി നേടുന്നത് ഈ ബ്രിട്ടീഷുകാരെ പോലെ വേറെ നമുക്ക്, കാരണം ഒരുപാട് ഉളുപ്പുള്ളവർക്ക് ഇത് പറയാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അല്ലെ, കട്ടെടുത്ത മുതൽ തലയിൽ വെച്ചിരിക്കുകയല്ലേ അവിടുത്തെ അതെ, രാജ്ഞി. അതെ. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ അരിയിട്ട് വാഴിച്ചവരിൽ ഒരാളാണ് ടാറ്റ. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തവരിൽ ഒരാളാണ് ടാറ്റ. ഇപ്പം ടാറ്റയുടെ മഹത്വം പറയുമ്പോൾ ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ടാറ്റ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ശരീഅത്ത് പണം വാങ്ങിയിട്ട് ഇവിടെ അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശരീഅത്ത് പണം വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണത്.
എന്താ ശരീഅത്ത് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ശരീഅത്ത് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വഹാബിസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് വഹാബിസം പറയുന്നത്? ഈ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ ഭരണത്തിന് കീഴിൽ അമർന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമിനെ നല്ലൊരു മുസൽമാനായി ജീവിക്കാൻ കഴിയൂ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ട് വാങ്ങിയിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ. ഈ ഫണ്ട് കൊടുക്കുന്നവന് വ്യവസ്ഥ ഉണ്ടാവുമല്ലോ. വെറുതെ ആരും ഫണ്ട് തരില്ലല്ലോ. തരുമോ? ഇപ്പോൾ ഒരു അച്ഛൻ മകന് കാശ് കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തു പറയും? സൂക്ഷിച്ച് ചിലവാക്കണം, ആവശ്യമില്ലാതെ ചിലവാക്കരുത്. ഇത് രണ്ടും പറയാതിരിക്കില്ലല്ലോ. മക്കളത് കേൾക്കില്ല, അത് വേറെ പ്രശ്നം. പക്ഷെ എന്നാലും ഇത് പറയും. അപ്പോൾ ഈ സൂക്ഷിച്ച് ചിലവാക്കണം, വേറെ അനാവശ്യമായി ചിലവ് ചെയ്യുന്നുള്ളത് അച്ഛൻ തരുന്ന കാശിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ നിങ്ങൾ ലംഘിക്കാം, അത് വേറെ പ്രശ്നമാണ്. അപ്പോൾ ഈ വ്യവസ്ഥയുണ്ട് അതിനകത്ത്. അപ്പോൾ ശരീഅത്ത് ഫണ്ട് ടാറ്റ കൊടുക്കുന്ന സമയത്ത് ആ ശരീഅത്ത് ഫണ്ടിന് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് ടാറ്റ. ആ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് പ്രവർത്തിച്ച് പോകാൻ കഴിയൂ. അപ്പോൾ അല്ലാതെ ഇവർ ടാറ്റ ആയതുകൊണ്ട് ഞങ്ങൾ വേറെ തരത്തിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ കണ്ടെത്തില്ല. മാത്രവുമല്ല, ടാറ്റയുടെ സ്ഥാപനങ്ങളിൽ നിർബന്ധിത വന്ധ്യംകരണം നടത്തിയിട്ടുണ്ട് 84-ൽ. അങ്ങനെ ടാറ്റയുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് ഈ ഊമ ശബരിമലക്ക് പോകുമ്പോൾ സംസാരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ്. കാരണം ശബരിമലയിൽ പോയിട്ട് എല്ലാവരും കൂടി ശരണം വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് തോന്നുന്ന രീതിയിലാണ് ടാറ്റയുടെ ദേശസ്നേഹവും ടാറ്റയുടെ ജനാധിപത്യവും ടാറ്റയുടെ മതേതരത്വവും ടാറ്റയുടെ ദേശസ്നേഹവും എല്ലാം സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അവരുടെ ദേശസ്നേഹവും അവരുടെ മതേതരത്വവും അവരുടെ മനുഷ്യസ്നേഹവും എല്ലാം പണത്തിനെ അടിസ്ഥാനമാക്കി എല്ലാം. അത് മാത്രവുമല്ല, മയക്കുമരുന്ന് ഒരു രാജ്യത്തേക്ക് കടത്തി ആ രാജ്യത്തെ ജനതയെയും ആ സംസ്കാരത്തെയും അനേകം കുടുംബങ്ങളെയും നശിപ്പിച്ചിട്ടുള്ളൊരു പാരമ്പര്യത്തിൽ നിന്നും സ്വരൂപിച്ച പണത്തിൽ പാപത്തിൻ്റെ കറ പുരണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ പാപത്തിൽ ഇപ്പം 175 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ആ പാപത്തിൻ്റെ ശമ്പളം അവർക്ക് കിട്ടിത്തുടങ്ങാൻ പോകുന്നത്. പാപത്തിന് ശമ്പളം ഉണ്ടല്ലോ, ശമ്പളം കിട്ടാതിരിക്കില്ല. ആ ശമ്പളം ഇപ്പോഴാണ് കിട്ടിത്തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ടാറ്റ ഇപ്പോൾ തൊടുന്നതൊക്കെ പെടുന്നത്. എന്ത് തൊട്ടാലും ആ എയർ ഇന്ത്യ മേടിച്ചാൽ അതോടുകൂടി അത് മനുഷ്യന് സഞ്ചരിക്കാൻ കൊള്ളാത്ത സാധനമായിട്ട് മാറി. അപ്പോൾ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ സംശുദ്ധമല്ലാത്ത ധനമാണ്. ദർ ഈസ് വയലൻസ്, അതിൽ ഹിംസയുണ്ട്. ഹിംസയും തിന്മയും കൊണ്ടാണ് ടാറ്റ ആദിമകാലത്ത് പണം ഉണ്ടാക്കിയത്. അതിൻ്റെ തിക്തഫലങ്ങൾ ടാറ്റ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ഇടുകന്നേ വരൂ എന്ന് നമ്മളെല്ലാം ഭാഷയുടെ പിതാവ് എന്ന് കരുതിയിരിക്കുന്നതും നവക്രൈസ്തവ പണ്ഡിതന്മാരെ വേറെ പിതാക്കന്മാരുണ്ട് മലയാള ഭാഷയ്ക്ക് എന്ന് പറയുന്നതുമായ നമ്മൾ എല്ലാം കരുതിയിരിക്കുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞ ആ തത്വം ടാറ്റയെ തേടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ.